വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജിനെതിരെ ആം ആദ്മി പാർട്ടി ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഉളിക്കലിൽ വെച്ച് പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടന്നു. പ്രതിഷേധ പ്രകടനത്തിന്റെ ഉദ്ഘാടനം ആം ആദ്മി പാർട്ടി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഷാജി തെക്കേമുറി നിർവഹിച്ചു. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു. അത് മുൻകാല പ്രാബല്യത്തോടുകൂടി 2024 ഡിസംബർ മാസം 5-ാം തീയതി പ്രാബല്യത്തോടു കൂടിയാണ്. ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 5 തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത്. എന്നാൽ നമ്മൾ ഈ പിണറായി സർക്കാരോട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗത് മാൻ, അതുപോലെ ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തോട് താങ്കൾ ചോദിക്കണം, എന്തുകൊണ്ടാണ് ഡൽഹിയിലും പഞ്ചാബിലും സൗജന്യമായി വൈദ്യുതി നൽകുമ്പോൾ ഈ കേരളത്തിലെ പാവപ്പെട്ടവരായ ജനങ്ങളെ കൊള്ളയടിക്കുവാൻ വേണ്ടി ഈ തീവട്ടിക്കൊള്ള നടത്തുന്ന പിണറായി സർക്കാരെ താങ്കളോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കളോട് ഞങ്ങൾക്ക് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ട് അറിയപ്പെടുന്ന ആളാണല്ലോ ഞങ്ങളുടെ ഡൽഹി മുഖ്യമന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹത്തോട് താങ്കൾക്കൊന്ന് ചോദിച്ചുകൂടെ, എന്താണ് ശ്രീ കെജ്രിവാൾ നിങ്ങളുടെ ഉയർത്തുന്ന ആ മന്ത്രം എന്താണ്, നിങ്ങളുടെ ആ മാജിക് എന്താണ്? ഞങ്ങളുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള പാവപ്പെട്ടവരായ ജനങ്ങൾക്കെങ്കിലും ഒരു സൗജന്യ നിരക്കിൽ വൈദ്യുതി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ധൂർത്തും കൊള്ളയും യൂണിയന്റെ അതിപ്രസരവും നമുക്കറിയാം. ബഹുമാനപ്പെട്ട അശോകൻ എന്ന ചെയർമാൻ കണ്ടെത്തി കേരളത്തിലെ വൈദ്യുതി ബോർഡിലുള്ള 12,000-ൽ പരം ജീവനക്കാരെ പിരിച്ചുവിട്ടാലും ഇന്നുള്ളതിനേക്കാൾ ഭംഗിയായി ഭരണം നടത്തുവാൻ സാധിക്കുമെന്ന്, ഇന്നുള്ളതിനെ ഭംഗിയായി ഓഫീസ് പ്രവർത്തിക്കുമെന്ന്. അതേപോലെ നമുക്കറിയാം, ഈ 1.5 ലക്ഷവും 2 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് മീറ്റർ റീഡറെ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ക്യാഷർ, എന്തിനാണ് ഈ ക്യാഷർ? ഇപ്പൊ എല്ലാവരും ഓൺലൈനിൽ പൈസ അടയ്ക്കുന്ന ഈ കാലഘട്ടത്തിൽ 2 ലക്ഷവും 1.5 ലക്ഷവും രൂപ കൊടുത്തുകൊണ്ട് ക്യാഷർമാരെ നിയമിക്കുന്ന ഈ വൈദ്യുതി ബോർഡിന്റെ കൊള്ള അവസാനിപ്പിക്കണം, യൂണിയൻകാരുടെ ദൂർത്ത് അവസാനിപ്പിക്കണം. ഇത്തരത്തിലുള്ള അഴിമതി കാരണം ഇതിന്റെ പണമടയ്ക്കേണ്ട ഈ പാവപ്പെട്ടവരായ കേരളത്തിലെ ജനങ്ങളാണെന്നുള്ള ആ സത്യം നമ്മൾ തിരിച്ചറിയുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിനെതിരെ ആം ആദ്മി പാർട്ടി ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ പ്രകടനം നടത്തുകയും ഈ പ്രതിഷേധം ഇന്നുകൊണ്ട് അടങ്ങിയില്ല. തിങ്കളാഴ്ച മുതൽ വൈദ്യുത ഭവന് മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ജനങ്ങൾ മുൻപന്തിയിൽ ഇറങ്ങുന്ന പ്രിയപ്പെട്ടവരായ നല്ലവരായ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തെരുവിലിറങ്ങണം. നിങ്ങളുടെ കൊടിയുടെ നിറം നോക്കരുത്. ഈ കൊടിയുടെ നിറം നോക്കിയിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതവും വഴിമുട്ടുന്ന അവസ്ഥ വരുമ്പോൾ കൊടിയുടെ നിറം നോക്കാതെ, പാർട്ടി ഏതാണെന്ന് നോക്കാതെ, മുന്നണി ഏതാണെന്ന് നോക്കാതെ കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുന്ന നാൾ നശിച്ചുകൊണ്ടിരിക്കുന്ന, തങ്ങളുടെ ജീവിതം വഴിമുട്ടിയിരിക്കുന്ന അവസരത്തിൽ ഇതിനെതിരെ പോരാടണം. ഇരിക്കൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസഫ് PV പാരിക്കാപ്പള്ളി, തോമസ് ചെക്കാങ്കുന്നേൽ, മാത്യു നെടിയകാലായിൽ, പോൾ PT, ജിം ചാണ്ടിക്കോയിക്കൽ, ഐസക് മാട്ര തുടങ്ങിയവർ പ്രസംഗിച്ചു.